അതുകൊണ്ട് ബാങ്ക് കേട്ടാൽ മറുപടി കൊടുക്കുക. ഈമാൻ കൂടും, അഹങ്കാരം കുറയും, നിസ്കാരത്തിനോട് താല്പര്യം ഉണ്ടാവും. ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കാതിരിക്കുക. മരിക്കുന്ന സമയത്ത് നാവ് പിടഞ്ഞു പോകും, കെലിമ പറയാൻ കഴിയാതെ. ബാങ്ക് വിളിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ്. ആഖിറത്തിൽ അവർ ശിരസ്സിങ്ങനെ ഉയർന്നു നിൽക്കുന്ന വലിയ മുതലാളിമാരെ പോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നാണ്. അതുകൊണ്ട് ബാങ്കിന് നമ്മൾ എന്ത് ചെയ്യണം? മറുപടി കൊടുക്കണം. ബാങ്കിന് മുമ്പേ നിസ്കാരത്തിന് ഒരുങ്ങി തയ്യാറായിട്ടിരിക്കണം. ഇതൊന്നും കൂടാതെ ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുണ്ട്. ആരംഭപ്പൂവിൻ്റെ ശഫാഅത്തിന് അതൊരു കാരണമാണ്. അഞ്ചാമത്തെ കാര്യം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ആ പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞു കൊടുക്കുന്ന അഞ്ചാമത്തെ കാര്യം, ആയിഷ ഉമ്മാ മാ കൽതു അഹദീ ശൈആ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല. കൂടെ ആളില്ലാതെ ഞാൻ ആഹാരം കഴിക്കൂല. കൂടെ ആളില്ലാതെ ആഹാരം കഴിക്കൂല. പഴയ കാലത്തൊക്കെ എല്ലാവരും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. പണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും, ഉമ്മ വാപ്പ മക്കള് എല്ലാവരും ഒരു വിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ ഭക്ഷണം വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്നാണ് കഴിക്കുക. ഇന്നങ്ങനല്ല. മകൻ വരുന്നത് ഒരു സമയത്ത്, വാപ്പ വരുന്നത് ഒരു സമയത്ത്, ഉമ്മ വരുന്നത് ഒരു സമയത്ത്, മകൾ വരുന്നത് ഒരു സമയത്ത്. നാല് സമയത്താണ് ടേബിളിൽ അവർക്കുള്ളതുണ്ടാവും. ബുഫേ സിസ്റ്റം പോലെ ഇഷ്ടമുള്ളത് കഴിക്കും, ചിലപ്പോൾ കഴിക്കൂല. അതിനൊരു ബറക്കത്തില്ല. ഒരുമിച്ചിരുന്ന് കഴിക്കണം. ബഹുമാനായ ഷെയ്ഖുന അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ, അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ, മരിക്കുവോളം ഒറ്റക്ക് ആഹാരം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുൽ വാഹിദ് ഉസ്താദ് പറയുന്ന കേൾക്കാം, ഒറ്റക്ക് ആഹാരം കഴിച്ചിട്ടേ ഇല്ല. നിലത്തിരുന്നാണ് കഴിക്കുക. എല്ലാവരെയും പിടിച്ചടുത്തിരുത്തും, എല്ലാവർക്കും ഒരുമിച്ച് ഭക്ഷണം, അങ്ങനെയാണ് കഴിക്കുക. എല്ലാ ദിവസവും നമുക്ക് ചിലപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റൂല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു വലിയ പാത്രത്തിൽ പാപ്പായും ഉമ്മായും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കണം. ഒരുമിച്ച് കഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കണമെന്നല്ല, അതൊരു ഹൈറാണ്. പക്ഷേ ഒരുമിച്ച് ഒരേ സമയത്ത് ഒരേ ടേബിളിൽ ഇരുന്നെങ്കിലും കഴിക്കാൻ പറ്റണം. പാപ്പ ഉമ്മ മക്കളെല്ലാവരും ഒരുമിച്ച്. എല്ലാവരും മൊബൈലിന് അഡിക്റ്റാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ടാണ് കഴിക്കുന്നത്. എന്തായി IPL എന്തായി, രാഷ്ട്രീയം എന്തായി, പാർട്ടി എന്തായി, ഫുട്ബോൾ എന്തായി, ഇലക്ഷൻ എന്തായി, ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോക്കുകയാണ്. ഒരിക്കലും പാടില്ല. അത് ആഹാരത്തിനോടുള്ള മര്യാദ കേടാണ്, ഭക്ഷണത്തിനോടുള്ള അദബ് കേടാണ്. ഒരിക്കലും അങ്ങനെ കഴിക്കാൻ പാടില്ല. അവിടെ മക്കളെങ്ങനെ കഴിച്ചാൽ അവരോട് നിങ്ങൾ പറയണം, മക്കളെ അങ്ങനെ ആഹാരം കഴിക്കരുതെന്ന് പറയണം, ശാസിക്കണം. വലിയ അപകടമാണ്, അങ്ങനെ കഴിക്കരുത്. അത് ഭൗതികമായ അപകടമല്ല ഞാൻ പറയുന്നത്. നമുക്ക് അള്ളാഹു തരുന്ന ആഹാരമല്ലേ. ഒരു തരി ആഹാരം കിട്ടാതെ കാത്തു കിടക്കുന്ന എത്ര ആളുകളുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ചില രാജ്യങ്ങളുടെ വീഡിയോസുകൾ വരുന്ന കണ്ടിട്ടില്ലേ? ഭക്ഷണം വിളമ്പിക്കൊടുത്ത പാത്രത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ചെറിയ ഒരു വറ്റിന് വേണ്ടി പോലും കൈകൊണ്ട് ഇങ്ങനെ എടുക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ആഹാരത്തിനോട് മര്യാദ വേണം. നിങ്ങളുടെ എല്ലാ സൗകര്യങ്ങളും പ്രകടിപ്പിക്കാനുള്ള സ്ഥലമല്ല ആഹാരത്തിൻ്റെ ടേബിൾ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. മാക്കൽതു അഹദീ ശൈഅ, ഞാൻ ഒറ്റയ്ക്കൊരു ആഹാരവും കഴിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിലേക്ക് പോയാലോ, മദീനയുടെ തിരുമുമ്പിലേക്ക് ചെന്നാലോ, രാത്രിയിൽ മുസാഫിരീങ്ങൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കും, ആരാണിവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? ആരാണിവർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയും, ഞാനുണ്ട് നബിയേ. ഒരു ദിവസം മുസാഫിരീങ്ങൾ കൂടിയപ്പോൾ, സമയക്കുറവാണ്, ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ഒരു ദിവസം മുസാഫിരീങ്ങൾ കൂടിയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നലെ ഒരാളെ കൊണ്ടുപോയവർ ഇന്ന് രണ്ടാളെ കൊണ്ടുപോകണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാറ്റിലും ആദ്യം കൈ ഉയർത്തുന്ന, എപ്പോഴും ഞാനുണ്ടെന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, രണ്ടാളെ ഞാൻ കൊണ്ടുപോകാം നബിയേ. മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ രണ്ട് പാവങ്ങളായ മുസാഫിരീങ്ങളെ, പാവപ്പെട്ട ഫക്കീറുകളെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കോ. വീട്ടിൽ ഭക്ഷണമുണ്ടോ ഉപ്പാ?
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, അറിയില്ല. ഉമ്മാനോട് പറയേ, ആ രണ്ടുപേരെയും കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വീട്ടിലേക്ക് ചെല്ലുകയാണ്. രണ്ടുപേരെയും കൊണ്ട് ചെല്ലുകയാണ്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നു, മോനെ, ഇവിടെ കഴിക്കാനുള്ള ഭക്ഷണം ഒരാൾക്ക് ചിലപ്പോൾ കഴിക്കാൻ പറ്റുമായിരിക്കും, ഒന്നുമില്ലല്ലോ മോനെ. മദീനയുടെ ദാരിദ്ര്യത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ നെറുകയിലും ഹൃദയം നിറച്ച് ഈമാൻ കൊണ്ട് നടന്നവരാണവർ. ഇന്ന് കൊട്ടാരങ്ങളുള്ള കാഞ്ഞങ്ങാട്, ബിസിനസ്സുകളുള്ള കാഞ്ഞങ്ങാട്, പർദീസകൾ പണിയാനുള്ള പണപ്പെട്ടിയുള്ള കാഞ്ഞങ്ങാട്, സഞ്ചരിക്കുന്ന സ്വർണ്ണക്കട പോലെ തൻ്റെ ഭാര്യയെയും ഉമ്മയെയും പെമ്മക്കളെയും സ്വർണം കൊണ്ട് അലങ്കരിക്കുന്ന ആൺകുട്ടികളുള്ള കാഞ്ഞങ്ങാട്. ആ കാഞ്ഞങ്ങാട് ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ പരിസരത്തുള്ള പാവങ്ങളെ ഓർക്കണേ, അല്ലാഹു തന്ന ഭക്ഷണത്തിൻ്റെ മഹത്വം ഓർക്കണേ, അല്ലാഹു തന്ന അനുഗ്രഹത്തിൻ്റെ വലിപ്പം ഓർക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറഞ്ഞു, ഉമ്മ, ഉള്ള ഭക്ഷണം എടുത്തോ ഉമ്മ, അവര് കഴിക്കട്ടെ. അവരെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോ അവര് പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരാതെ ഞങ്ങൾ കഴിക്കൂല. ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതിന്റെ ലക്ഷ്യം തന്നെ ഇവിടെ വരുമ്പോ ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്, അവരോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാലോ എന്നുള്ള ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് അവരില്ലെങ്കിൽ അവർ വന്നിട്ടേ നമ്മൾ കഴിക്കുന്നുള്ളൂ. ആകെ പ്രശ്നമായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടി വന്നാൽ അവർ കൂടി കഴിക്കാൻ ആഹാരം വേണ്ടേ? എന്താ ചെയ്യുക? എങ്ങനെ അവരെ മുമ്പ് കൊണ്ടുവെക്കും? ഭക്ഷണം ഇല്ലെന്നറിഞ്ഞാൽ പിന്നെ വന്ന അതിഥികൾ കഴിക്കുമോ? അതുമില്ല. അവർക്ക് ഭക്ഷണത്തിൻ്റെ ഒരു കുറവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവൂലേ? മൊത്തം പ്രശ്നമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് സങ്കടമായി, മകന് സങ്കടമായി, ഭാര്യക്ക് സങ്കടമായി. പള്ളിയിൽ നിന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരൂ. എല്ലാവരും പോയാലേ ലാസ്റ്റേ വരൂ. എന്താ കാരണം? കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയെത്ര ജീവൻ മദീന. ദൂരെ 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 മദീന. സുബ്ഹാനല്ലാഹ്. മദീന കണ്ടാൽ കൊതി തീരാത്തത് എന്തുകൊണ്ടാണ്? മദീനയുടെ നായകൻ ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. ആ മദീന പോലെ കല്ലും കട്ടയും വെച്ച് കാഞ്ഞങ്ങാടൊരു മദീന ഉണ്ടാക്കിയാലോ? കണ്ടാൽ പെട്ടെന്ന് കൊതി തീരുമല്ലോ. പക്ഷേ ഇത് മദീനയുടെ നിറനിലാവ്, മദീനയുടെ കാവലായി അവിടെ ഉള്ളത് കൊണ്ടാണ് കൊതി തീരാത്തത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാവരും പോയാലും പിന്നെ മടങ്ങി വരൂല, നോക്കിയിരിക്കുകയാണ്. അഴകിലേക്ക് അന്നളുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടമെന്ന് പറയുന്നത് അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാ നബിയേ. എല്ലാവരും പോയി. ഒടുവിൽ അല്ലാഹുവിന്റെ റസൂൽ ആ മദീനത്ത് വന്നിരുന്ന് മദീനയുടെ റൂമിൽ വന്ന് പനയോല കൊട്ടാരത്തിന്റെ അകത്ത് കയറി യാത്ര ചോദിച്ച് മുഴുവൻ പേരും പോയിട്ട് അവസാനത്തെയാള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഈ വിവരമെല്ലാം അറിഞ്ഞ സങ്കടമായി കരമുയർത്തി ദുആ ചെയ്തു, റബ്ബേ, അല്ലാഹുവേ, ഈ പാവങ്ങളോടൊത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ, ഈ പാവപ്പെട്ടവരോടിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണമില്ലാത്ത വീടായി പോയല്ലോ. പക്ഷേ സുബ്ഹാനല്ലാഹ്, 2 പത്തിരി എടുത്ത് പാത്രത്തിൽ വെച്ച് വീട്ടിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ മകനും വന്ന മുസാഫിരീങ്ങളും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോ ഭക്ഷണം തീരുന്നില്ല. കഴിച്ചിട്ട് തീരുന്നില്ല. സന്തോഷത്തോടെ വയറ് നിറച്ച് കഴിച്ചു ബാക്കിയുള്ളത് വീട്ടിൽ വെച്ച് സുബഹിക്ക് പള്ളിയിൽ ചെല്ലുമ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റിട്ട് പറയുകയാണ്, അബൂബക്കറെ, ഇന്നലത്തെ ആഹാരം ബാക്കി വീട്ടിലുണ്ടോ? എന്നാൽ അതിൽ നിന്ന് കുറച്ചെനിക്ക് കഴിക്കണം അബൂബക്കറെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന
തലേ ദിവസത്തെ ഭക്ഷണമല്ലേ, അതിലെന്തെങ്കിലും കേടുപാട് വന്നു പോയാലോ? ഇല്ല അബൂബക്കറേ, അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്, അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഭക്ഷണം വല്ലപ്പോഴും വീട്ടിൽ എല്ലാവരും ഒരുമിച്ചൊരു വലിയ പാത്രത്തിലായാൽ അത്രയും ഖൈർ. നമ്മൾ ഈ മക്കാമിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ ഈ സിയാറത്തിനൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ കച്ചവട സ്ഥലത്തുണ്ടാവും വലിയ പാത്രങ്ങൾ, സുപ്ര വിരിച്ചിട്ട് അതിലിരുന്നിട്ട് എല്ലാവരും ഇരുന്ന് കഴിക്കണം. നല്ല രസമല്ലേ, വലിയ ബറക്കത്തും ഐശ്വര്യമാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വാപ്പയോ ഉമ്മയോ മരണപ്പെട്ടു പോയാൽ പിന്നീട് മക്കൾ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ അവരെ ഓർക്കും, ഉമ്മായും ഉപ്പായൊക്കെ ഓർക്കും. അല്ലാഹു തആല